സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും കനത്ത മഴ പെയ്തേക്കും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കാൻ സാധ്യത. 135.6 അടിയാണ് നിലവിലെ ജലനിരപ്പ്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്ന സുരക്ഷിത താവളത്തിലേക്ക് മാറി താമസിക്കേണ്ടതാണ് എന്നും അറിയിക്കുകയാണ്. പെരിയാർ നദിയുടെ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുകയാണ്. വൃഷ്ടിപ്രദേശങ്ങളിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പെരിയാർ നദിയിലേക്ക് ജലം തുറന്നുവിടാനുള്ള സാഹചര്യം ഉള്ളതിനാലും പെരിയാർ നദിയുടെ തീരത്ത് താമസിക്കുന്നവർ അതിശക്തമായ മുൻകരുതൽ എടുക്കേണ്ടതാണെന്നും അല്പം മുൻപ് നമ്മൾ ജയനിസ് രാജുവുമായി സംസാരിക്കുന്ന സമയത്ത് അവിടെ മഴ ഉണ്ടായിരുന്നില്ല, അതൊരു ആശ്വാസമായി നമ്മൾ പറയുകയും ചെയ്തിരുന്നു. പക്ഷെ നിലവിൽ അവസ്ഥ മാറിയിട്ടുണ്ട്. ജെയിൻ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ജെയിൻ, ഗുഡ് മോർണിംഗ്. ശക്തമായ മഴ സ്ഥലത്തുണ്ടല്ലേ? ഗുഡ് മോർണിംഗ് മോത്തി. ഈ സമയത്ത് ഏതാണ്ട് ഒരു അരമണിക്കൂർ മുല്ലപ്പെരിയാറിന് സമീപത്തുള്ള പ്രദേശങ്ങളിലെല്ലാം അതിശക്തമായിട്ടുള്ള മഴയുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വള്ളക്കടവിലാണ്. വള്ളക്കടവിലേക്കാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടാൽ ആദ്യം വെള്ളം എത്തുന്ന ജനവാസ മേഖല എന്ന് പറയുന്നത് വള്ളക്കടവാണ്. ഇതിനപ്പുറത്ത് വനമേഖലയാണ്. പെരിയാർ കടുവ സങ്കേതത്തിന്റെ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശമാണിത്. നമുക്കിപ്പോൾ കാണുന്നത് പെരിയാറാണ്. പെരിയാറിൽ ഈ സമയത്ത് കാര്യമായിട്ടുള്ള നീരൊഴുക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ രീതിയിലുള്ള ജലനിരപ്പ് പെരിയാറിൽ ഉയർന്നിട്ടില്ല. പക്ഷേ ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നു വിടുകയാണെങ്കിൽ കുറച്ചുകൂടി ജലനിരപ്പ് ഉയരാനാണ് സാധ്യത. 135.65 അടിയായിട്ട് ഡാമിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു മണിക്കൂറിൽ 0.05 അടി എന്ന നിലയിലാണ് ജലനിരപ്പ് ഉയരുന്നത്. പക്ഷേ കഴിഞ്ഞ അരമണിക്കൂറിലധികമായി കാട്ടിലും അതോടൊപ്പം തന്നെ ഈ ഡാമിന്റെ പരിസര പ്രദേശങ്ങളിലുമെല്ലാം നല്ല ശക്തമായിട്ടുള്ള മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ജലനിരപ്പ് ഉയരുന്നത് വേഗത്തിലാകും എന്നാണ് കരുതുന്നത്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് ഒരല്പം വർദ്ധിച്ചിട്ടുമുണ്ട്. 3700 ഘനയടി വെള്ളമായിരുന്നു നേരത്തെ ഒഴുകിയെത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 3800 ഘനയടിയായി ഉയർന്നിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഇതേപോലെ മഴ തുടരുകയാണെങ്കിൽ നീരൊഴുക്ക് ശക്തമാകാനാണ് സാധ്യത. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചില്ല. മുല്ലപ്പെരിയാർ ഡാമിലെ റൂൾ കർവ് അനുസരിച്ചാണ് 136 അടിയിലേക്ക് ജലനിരപ്പ് എത്തുമ്പോൾ തുറന്നു വിടേണ്ടി വരുന്നത്. തമിഴ്നാടിന് 142 അടി വരെ വെള്ളം സംഭരിക്കാനുള്ള അവകാശം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും റൂൾ കർവ് പാലിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് തന്നെ ഏതായാലും ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തും എന്നാണ് കരുതുന്നത്. ജില്ലാ ഭരണകൂടം അത്തരത്തിലൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. 883 കുടുംബങ്ങളെ പെരിയാറിന്റെ തീരത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം കണക്കാക്കുന്നത്. അതനുസരിച്ചുള്ള ഒരു മുന്നറിയിപ്പ് ഇതിനകം തന്നെ തീരദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്. രാവിലെ തന്നെ ഒരു മൈക്ക് അനൗൺസ്മെന്റ് മുന്നറിയിപ്പ് എന്ന നിലയിൽ ഈ തീരത്ത് നൽകിയിരുന്നു. ആവശ്യമായിട്ടുള്ള ആളുകൾ അവർക്ക് മാറി താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വണ്ടിപ്പെരിയാർ അടക്കമുള്ള മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ആരും ഇതുവരെ ഇവിടെ നിന്ന് മാറി താമസിച്ചിട്ടില്ല. കാരണം പെരിയാറിലെ വെള്ളം വളരെ കുറവാണ്. തുറന്നുവിട്ടാൽ പോലും അധിക ജലം എത്തില്ല എന്നുള്ളതാണ് കരുതുന്നത്. വീടുകൾക്ക് സമീപത്തേക്കൊന്നും എത്താൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രദേശവാസികൾ ആരും മാറി താമസിച്ചിട്ടില്ല. മോത്തി.